ഓസ്ട്രേലിയക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ എങ്ങനെയാണ് തോറ്റത്? നിർണായകമായ ടോസ് ഭാഗ്യം ഉൾപ്പെടെ അനുഗ്രഹമുണ്ടായിട്ടും ഇന്ത്യ തോൽക്കാനുണ്ടായ പ്രധാന കാരണം എന്താണ്? ഹിറ്റ്മാൻ രോഹിത് ശർമ്മ പടിയിറങ്ങാൻ സമയമായോ? ഇതൊക്കെ തന്നെ ഗംഭീറിന്റെ കുഴപ്പമാണോ? ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ പ്രധാന ചർച്ചാ വിഷയങ്ങൾ ഇതൊക്കെയാണ്. രണ്ടാം ടെസ്റ്റിലെ തോൽവി മാത്രമല്ല പ്രശ്നം. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് ടേബിളിൽ ഇന്ത്യ 3-ാം സ്ഥാനത്തേക്ക് വീണു എന്നതും ഒരു വലിയ പ്രശ്നമായി തന്നെയാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഇന്ത്യക്ക് ഇത് വെറും ഒരു ടെസ്റ്റ് പരമ്പര വിജയം മാത്രമല്ല, മറിച്ച് ഇതിനു മുൻപ് കൈവിട്ട് കളഞ്ഞ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടുക എന്നൊരു ലക്ഷ്യം കൂടി അവർക്കുണ്ട്. 60.71% പോയിന്റുള്ള ഓസ്ട്രേലിയയാണ് ഒന്നാം നിൽക്കുന്നത്. 59.26% പോയിന്റുമായി ദക്ഷിണാഫ്രിക്ക രണ്ടാം സ്ഥാനത്തുണ്ട്. മൂന്നാമതുള്ള ഇന്ത്യക്ക് 57.29% മാത്രമേ പോയിന്റ് ഉള്ളൂ എന്ന് പറയുമ്പോഴാണ് ഈ മത്സരങ്ങൾ, തുടർന്നുള്ള മത്സരങ്ങളാകട്ടെ ഇല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മത്സരങ്ങളാവട്ടെ, ഇതൊക്കെ തന്നെ ജയിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദാഹരണമായി ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നത്. മത്സരക്രമത്തിൽ വിജയപരാജയങ്ങൾ വെച്ച് ഈ പോയിന്റ് ടേബിളിൽ ഇനിയും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന കാര്യം സംശയമില്ല. എങ്കിലും ഇനി ഒരു തോൽവി കൂടി വഴങ്ങാൻ ഇന്ത്യൻ ടീമിന് കഴിയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് രോഹിത്തിനും ഗംഭീറിനും ഈ ഒരു പരമ്പര കഴിയുന്നതോടുകൂടി തന്നെ കാര്യങ്ങൾ ഏകദേശം തീരുമാനമാകും എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം ഗംഭീർ സ്ഥാനമേറ്റെടുത്തതിനെ തുടർന്നാണ് ടീമിന്റെ പ്രകടനം ഇത്രയും താഴ്ന്നു പോകുന്നത് എന്ന തരത്തിൽ വിമർശനം ഉന്നയിക്കുകയും ഒപ്പോൾ തന്നെ രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയിലും വലിയ പ്രശ്നമുണ്ടാകുന്നത് അത് ഗംഭീറിന്റെ ഇടപെടലാണ് എന്ന തരത്തിലും വലിയ രീതിയിലുള്ള പ്രചാരണം ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓസ്ട്രേലിയൻ ടെസ്റ്റ് കഴിയുമ്പോൾ ഈ രണ്ടുപേരുടെ ആരെങ്കിലും ഒരാളുടെ കാര്യത്തിൽ കൃത്യമായി തീരുമാനമാകും എന്ന് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. മൂന്നാം ടെസ്റ്റിന് മുൻപ് ടീം ആത്മപരിശോധന നടത്തേണ്ട ചില വിഷയങ്ങളുണ്ട്. അത് രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യക്ക് പിഴവ് പറ്റിയത് എവിടെയാണ് എന്നുള്ള കാര്യമാണ്. അതിനൊപ്പം ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്തിട്ടും ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് എന്തുകൊണ്ടൊരു മികച്ച ടോട്ടൽ നേടാൻ സാധിച്ചില്ല എന്ന ചോദ്യവും അവർ പരിശോധിക്കേണ്ടതുണ്ട്. ട്രാവിസ് ഹെഡ് ആക്രമിച്ചു കളിച്ചപ്പോൾ വിക്കറ്റ് വീഴ്ത്താൻ ശ്രമിക്കാതെ റൺ പ്രതിരോധിക്കാനുള്ള ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ നീക്കം എന്തിനായിരുന്നു എന്ന ചോദ്യത്തിനും അവർ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ബോഡി ലൈൻ ബൗൺസറുകൾ നേരിടുന്നതിൽ ട്രാവിസ് ഹെഡിനുള്ള ദൗർബല്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിട്ടും ആ ലൈനിൽ പന്തെറിയാൻ ഇന്ത്യൻ ബോളർമാർ ശ്രമിക്കാഞ്ഞത് എന്ത്, അല്ലെങ്കിൽ ബൗൺസറുകൾ ഉപയോഗിക്കാഞ്ഞത് എന്ത് എന്ന ചോദ്യം വളരെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. പേസർമാർക്ക് ആനുകൂല്യം ലഭിച്ച പിച്ചിൽ ഇന്ത്യൻ താരം ഹർഷിത് റാണയ്ക്ക് 2 ഇന്നിംഗ്സിലുമായി ഒരു വിക്കറ്റ് പോലും നേടാനാകാത്തത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ കരിയർ ഇതോടുകൂടി അവസാനിക്കുകയാണോ എന്ന ചോദ്യം വരെ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഹർഷിത് റാണയ്ക്ക് 3-ാം ടെസ്റ്റിൽ അവസരം കൊടുക്കാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രകടനം മികച്ചതാക്കുന്നതിന് പകരം മറ്റൊരു താരത്തെ കളിക്കളത്തിലേക്ക് ഇറക്കുമോ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് എന്ന ചോദ്യവും ഇവിടെ വളരെ പ്രസക്തമായി നിൽക്കുകയാണ്. അതിലും തീരുമാനമെടുക്കേണ്ടത് ഇന്ത്യൻ ടീം തന്നെയാണ്. 2 ഇന്നിംഗ്സിലുമായി 50 പന്തിലധികം നേരിട്ടത് 3 ഇന്ത്യൻ താരങ്ങൾ മാത്രമാണ്. മറുവശത്ത് ആദ്യ ഇന്നിംഗ്സിൽ 3 ഓസീസ് ബാറ്റർമാർ 100 പന്തിലധികം നേരിട്ടു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ബാറ്റർമാർക്ക് പോലും നിലനിൽപ്പില്ലാത്ത സാഹചര്യങ്ങളിലേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ് കൂടുതൽ ബോളുകൾ ഫേസ് ചെയ്യാൻ ഇന്ത്യൻ ടീം മടിക്കുന്നത് എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമായി നിൽക്കുന്നുണ്ട്. മുൻനിര ബാറ്റർമാർ ഉണ്ടായിട്ടും 2 ഇന്നിംഗ്സിലും ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ ഓൾറൗണ്ടർ നിതീഷ് റെഡ്ഡി ആയിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ കാര്യങ്ങൾ എത്ര ഗുരുതരമാണെന്ന് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും പോലെയുള്ള എക്സ്പീരിയൻസ് താരങ്ങൾ ഉള്ളപ്പോൾ അവർ ടോപ്പ് ഓർഡറിൽ നിന്ന് കളി നയിക്കേണ്ട ഒരു താരങ്ങളായിരിക്കെ അവരെന്തുകൊണ്ട് പൂർണ്ണമായും പരാജയമായി മാറുന്നു എന്ന കാര്യത്തിലും ചർച്ചകൾ വേണം. എന്തായാലും ഈ ടെസ്റ്റ് പരമ്പര അവസാനിക്കുന്നതിന് മുൻപ് തന്നെ രോഹിത്തും ഗംഭീറും ഒക്കെ തന്നെ വിമർശനങ്ങൾക്കും ഒരു പക്ഷേ ടീമിന് പുറത്തേക്ക് പോകാനുള്ള സാഹചര്യങ്ങളും നമ്മൾ തള്ളിക്കളയാൻ കഴിയില്ല. ഒപ്പം വിരാട് കോഹ്ലി ഒരു മത്സരത്തിൽ സെഞ്ചുറി അടിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റൊരു മത്സരങ്ങൾ ഫ്ലോപ്പ് ആകാനുള്ള അവസരവും ഇല്ലെങ്കിൽ അത്തരത്തിലൊരു ആനുകൂല്യവും ആരും നൽകുന്നില്ല എന്ന വിമർശനവും ആരാധകർ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി രോഹിത്തിനും വിരാട് കോഹ്ലിക്കും ടീമിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് ആരാധകർ പ്രതീക്ഷയോടെ നിൽക്കുന്നത്. ഒപ്പം രണ്ടാം ടെസ്റ്റിലെ തോൽവി, അതിൽ നിന്ന് ഇന്ത്യ ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ, അത് ഇതൊക്കെ തന്നെയാണ് എന്ന് പറയേണ്ടി വരും.